ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ലാൻഡ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഇത് ഒരു 5000 സ്ക്വയർ ഫീറ്റ് ലാൻഡ് ഉണ്ട്. ഇത് ആഷ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ടൗൺഷിപ്പിൻ്റെ ഉള്ളിലാണ് ഈ സ്ഥലമുള്ളത് കേട്ടോ. ഓൾറെഡി ഈ ടൗൺഷിപ്പിൻ്റെ ഇതാണ് എൻട്രൻസ് ഗേറ്റ്, ഇതാണ് ആ ടൗൺഷിപ്പിലേക്കുള്ള ആഷ ടൗൺഷിപ്പ് എന്നാണ് പേര്. ഇത് കണ്ടില്ല, ആഷ ടൗൺഷിപ്പ്, ഇതിൻ്റെ എൻട്രൻസ് ഗേറ്റാണിത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് 10th ക്രോസ് എന്ന് പറഞ്ഞൊരു ക്രോസ് ഉണ്ട്. ആ ക്രോസിലാണ് ഈ പ്രോപ്പർട്ടി ലാൻഡ് ഉള്ളത്. 5100 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പോൾ ഒരു സൂപ്പർ ലാൻഡാണ്. വീക്കാത്തയാണ് കേട്ടോ, വീക്കാത്ത ലാൻഡാണിത്. പക്ഷേ അതിപ്പോൾ വീക്കാത്ത നമ്മൾ മേടിച്ചിട്ട് നമ്മളത് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അത് ഈക്കാത്തയായിട്ട് വരും. അങ്ങനെയാണ് ലാൻഡിൻ്റെ ഇതൊക്കെ ഇപ്പോൾ പുതിയ രജിസ്ട്രേഷനിൽ അങ്ങനെ ഈക്കാത്ത എന്ന് പറഞ്ഞിട്ട് വരും, ഇലക്ട്രോണിക് കാത്ത. അപ്പോൾ ഇതാണ് ഈ ലാൻഡ് കേട്ടോ. ഇതാണ് ഈ ലാൻഡ് എന്ന് പറയുന്ന സ്ഥലം. 5100 സ്ക്വയർ ഫീറ്റാണ് ഇത്. ഒരു സൈഡ് റൈറ്റ് സൈഡിൽ ഇത് കോമ്പൗണ്ട് ഉണ്ട്, പിന്നെ ലെഫ്റ്റ് സൈഡിലും കോമ്പൗണ്ട് ഉണ്ട്. ഇത് മുമ്പിലത്തെ ഇതാണ് കേട്ടോ, റോഡാണ് ഈ കാണുന്നത്. 30 ഫീറ്റ് റോഡാണ് മുമ്പിൽ, മൺ റോഡാണ് ഇത്. ഇതാണല്ലോ ഇത് സൈഡിലേക്കുള്ള കട്ട് റോഡാണ്. അത് കാരണം അത് മൺ റോഡാണെങ്കിൽ അത് ടാറിങ് ആയിട്ടില്ല. മെയിൻ റോഡൊക്കെ ടാറിങ്ങാണ് ഈ ടൗൺഷിപ്പിൻ്റെ അകത്തുള്ള. ഇതാണ് ഈ ലാൻഡ്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഇങ്ങനത്തെ ബൗണ്ടറി ഉണ്ടാക്കിയിട്ട് വാൾ വെച്ച്. പിന്നെ ഇതാണ് ലാസ്റ്റ് കാണുന്നതാണ് ബാക്ക് സൈഡിലത്തെ എൻട്രി ബൗണ്ടറി. കണ്ടില്ലേ, ലെഫ്റ്റും റൈറ്റും ഒരു വാള് ഇങ്ങനെ ബൗണ്ടറി തിരിച്ചിട്ടുണ്ട്. ഫ്രണ്ട് സൈഡ് റോഡാണ്, 30 ഫീറ്റ് റോഡ്, മൺ റോഡ്. അവിടെ ഒന്നും ചെയ്തിട്ടില്ല, ബാക്ക് സൈഡിലും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് അവർ പക്ക ഇതായിട്ട് ക്ലീനായിട്ട് അത് നിങ്ങൾക്ക് അളന്നൊക്കെ തരും കേട്ടോ. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഈ ലാൻഡ്. ചെറിയൊരു വീഡിയോ ആണ് ഈ ലാൻഡിൻ്റെ. അപ്പോൾ ഈ ലാൻഡിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിലും സുഭാഷ് സാർ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ കേട്ട്. നമസ്കാരം. ഇത് കൊത്തന്നൂരിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. തൊട്ടുകുപ്പിയിലും ചിക്കുപ്പുഴയും സെൻട്രലായിട്ട് വരും. ഇത് ആശ ടൗൺഷിപ്പിൻ്റെ ഉള്ളിലാണ്. ആശ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു ടൗൺഷിപ്പാണ്. അതിൻ്റെ ഉള്ളിലാണ് ഈ സ്ഥലമുള്ളത്. ഇത് 5000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഈ ടോട്ടൽ 5000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഫ്രണ്ടിൽ 73 അടിയാണ്, 73 ഫീറ്റിൽ ഫ്രണ്ടേജ് ഉണ്ട്. റോഡ് 30 അടി റോഡാണുള്ളത്, 30 അടി റോഡ്. ഓക്കെ, 73/65 and 70 ഉണ്ട്. അപ്പൊ കോമ്പൗണ്ട് അത് അവിടം തൊട്ട് ഇവിടം വരെ ആണ് ഇതിന്റെ ടോട്ടൽ 5100 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പൊ ആർക്ക് വേണേലും എപ്പോ വേണേലും ഇമ്മീഡിയറ്റ്ലി നമുക്ക് സെയിൽ ചെയ്യാനുള്ള സെയിൽ ചെയ്യാനുള്ള പരിപാടിയാണ്. അളന്നു കൊടുക്കും. എല്ലാം അളന്നു കൊടുത്തിട്ടാണ് നമ്മൾ കാര്യങ്ങളെല്ലാം അളന്ന് തന്നെ ക്ലിയർ ആയിട്ട് പേപ്പറും എല്ലാം ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കും. ഇത് ബി കാത്തയാണ്. ബി കാത്ത ഇപ്പൊ ഗവൺമെന്റ് ഇത് ചെയ്തിട്ടുണ്ട്, ഈ കാത്ത ചെയ്യാൻ വേണ്ടി കൺവെർട്ട് ചെയ്ത് കൊടുക്കത്തുള്ളൂ. അപ്പൊ അത് ആർക്ക് വേണേലും എപ്പോ വേണേലും വന്നാൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ഏരിയ. ഓർ ആശ ടൗൺഷിപ്പ് എന്ന് വെച്ചാൽ ഫേമസ് സ്ഥലമാണ് ആശ ടൗൺഷിപ്പ്. വലിയ വലിയ വില്ലകളൊക്കെ ഉള്ള സ്ഥലമാണ്. 5000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, 5000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു വില്ല ഉണ്ടാക്കാം, അപ്പാർട്ട്മെന്റ് എന്ത് വേണേലും ഉണ്ടാക്കാം, അപ്പാർട്ട്മെന്റും ഉണ്ടാക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, പക്ക പേപ്പർ എല്ലാം പക്കയാണ്. അപ്പൊ അതിന് തരുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക. ഇമ്മീഡിയറ്റ്ലി അപ്പൊ സ്ക്രീനിൽ കൊടുത്തുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ആവശ്യക്കാർക്ക് സ്ഥലത്തിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽ അറിയാൻ പറ്റും. മേടിക്കണവർക്ക് മേടിക്കാം. നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇതൊരു ടൗൺഷിപ്പിൻ്റെ അകത്തായ കാരണം നിങ്ങൾക്ക് ഒന്നും മേടിക്കാം. നല്ല കണ്ടില്ല, എന്താ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. ഇത് ഈ ലാൻഡിന് തൊട്ടടുത്തുള്ളതാണ്. ഇതാണ് റോഡ്, ലാൻഡിന് തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുകളാണിത്. ഈ റോഡ് 30 ഫീറ്റ് മൺ റോഡാണ്. ഇത് കണ്ടില്ല, എന്നാലും എത്ര വലിയ ബിൽഡിങ്ങുകളാണ് വന്നേക്കണം നോക്ക്. ഇത് കാരണം നിങ്ങൾക്ക് മേടിക്കാം. നല്ലൊരു പ്രോപ്പർട്ടിയാണ്. പേപ്പറും കാര്യങ്ങളൊക്കെ പക്ക പേപ്പറാണ്. പിന്നെ ഇപ്പം ഈ കാത്തയാണ്. അത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് ഈ കാത്തയായിട്ട് കിട്ടും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് ഇത് ഇവിടം വരെ മൺ റോഡ് ഉണ്ടല്ലേ, ഇവിടം വരെ മൺ റോഡിലോട്ടാണ്. ഇവിടം വരെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാർ റോഡാണ് വരാൻ പോണത്. ഞാൻ മെയിൻ ഈ ആശ ടൗൺഷിപ്പ് ഇതുണ്ട് വണ്ടി പോകണം. ആശ ടൗൺഷിപ്പിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നത് ഫസ്റ്റ് വരുന്നത് ടാർ റോഡാണ്. അവിടുന്ന് ലെഫ്റ്റിലേക്കുള്ളൊരു ക്രോസാണ് ഇത്, 10th ക്രോസ്. ഇത് ഇല്ല, എന്നാലും എത്ര വലിയ വലിയ വില്ലകളൊക്കെ നോക്കിയതിൻ്റെ അകത്തുള്ളത്.
കണ്ടില്ലേ ഈ 10th ക്രോസിലാണ് ഇപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ഇരിക്കുന്നത് കേട്ടോ. അത് കണ്ടില്ലേ ആശ ടൗൺഷിപ്പ് 10th ക്രോസ് കണ്ട. ഇത് നേരെ അങ്ങനെ പോവും. ഇത് വലിയൊരു 14.5 ഏക്കറുണ്ട് മൊത്തത്തിൽ ഈ ആശ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ മുമ്പോട്ട് പോകും. ഇതതിൻ്റെ ഓപ്പോസിറ്റുള്ള വഴിയാണ്. കണ്ടില്ലേ വീഡിയോകളൊക്കെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇത് നേരെ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡിലേക്ക് എത്തും. അപ്പോൾ ഈ വീഡിയോയോട് നിർത്താണ്. ഇത് ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും ടേക്ക് കെയർ, ഗുഡ് ബൈ.